സുഖചികിത്സയുടെ ഭാഗമായി നൽകുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ബ്ലേഡ് മുഴുവനായും മറ്റൊരു ബ്ലേഡ് 4 കഷണങ്ങളുമായാണ് കണ്ടെത്തിയത്. ഭക്ഷണം ആനയ്ക്ക് കൊടുക്കാനായി ഇളക്കുന്നതിനിടെയാണ് പാപ്പാന് ബ്ലേഡുകൾ കിട്ടുന്നത്. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ആനയ്ക്കുള്ള സുരക്ഷയും കർശനമാക്കി. സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടൊപ്പം ആനക്കൊട്ടിലിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. ആനയെ കൊല്ലാനുള്ള ശ്രമമാണിതെന്ന് ആനപ്രേമി സംഘം ആരോപിച്ചു. സംഭവം എന്ന് പറഞ്ഞാൽ ആനയുടെ വായയുടെ ഉള്ളിൽ എന്തെങ്കിലും പരിക്കേൽപ്പിച്ചു കഴിഞ്ഞാൽ ആന ആഹാരം കഴിക്കാത്ത സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. ആന ആഹാരം കഴിച്ചില്ലെങ്കിൽ അമ്പല കമ്മിറ്റിക്കാർക്കും അതുപോലെ തന്നെ വാപ്പാനും ഉത്സവ സംഘാടകർക്കും പല മെച്ചങ്ങളും ഉണ്ട്. മാത്രമല്ല, ഈ അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിനൊരു കാവൽക്കാരനുണ്ട്, അവിടെ ഒരു മാനേജറുണ്ട്. അമ്പലത്തിൽ മാനേജിങ് കമ്മിറ്റി ഉണ്ട്, ആനയെ നോക്കാൻ വേറൊരു കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിക്കാർ ആരും അറിയാതെ കൊണ്ട് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഈ ആനയ്ക്ക് വെച്ചിട്ടുള്ള ആഹാരത്തിൽ എന്തെങ്കിലും ഒരു സാധനം കലർത്താൻ ആർക്കും പറ്റില്ല. വനം വകുപ്പിന്റെ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കണമെന്നും ആനപ്രേമികൾ ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ നാട്ടാനയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. തൃശൂർ പൂരം ഉൾപ്പെടെ പ്രമുഖ പൂരങ്ങൾക്കെല്ലാം ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. മീഡിയ 1 തൃശൂർ.